ألا يشركن بالله شيئا. അവസാനത്തെ കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ഈ രണ്ട് ഷിർക്കിന്റെ ഭയാനകത പറഞ്ഞു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഒരൊറ്റ മാർഗം മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാ നെഞ്ചിലുറപ്പിക്കൽ, ലാ ഇലാഹ ഇല്ലല്ലാ നാവുകൊണ്ട് അധികമായി ചെല്ലൽ, ലാ ഇലാഹ ഇല്ലല്ലാ നന്നായി മനസ്സിലാക്കൽ. അല്ലാഹുവിനെ അറിയിൻ, പടച്ചവനെ പറ്റി മനസ്സിലാക്കിൻ. ഹുവല്ലാഹുൽ ഖാലിഖ്. അല്ലാഹു തആല എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ്. അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു ആരെയും ആവശ്യമില്ലാത്തവനാണ്. എല്ലാവർക്കും പടച്ചവന് ആവശ്യമുണ്ട്. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ആരുടെയും പിതാവല്ല പുത്രനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യരായി ആരുമില്ല. ഹുവൽ അവ്വലു വൽ ആഖിർ, അല്ലാഹുവിന് ആദ്യമില്ല അന്ത്യവുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു സ്വയം ജീവിച്ചിരിക്കുന്നവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിന് എല്ലാത്തിനും ശക്തിയുണ്ട്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. ഇന്നഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. ലാ മാനിഅ ലിമാ അഅ്തൈത, പടച്ചവനെ തടയാൻ ആരുമില്ല. ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അവന് പങ്കുകാരൻ ആരുമില്ല. ഹുവർ റഹ്മാനുർ റഹീം, അടിമകളോട് കരുണയുള്ളവനാണ്. അൽ മലിക്, രാജാതിരാജനാണ്. സുബ്ബൂഹുൻ, അല്ലാഹു തആല എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അൽ ഹഫീദ്, അല്ലാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നവനാണ്. അൽ അസീസ്, പ്രതാപശാലിയാണ്, അന്തസ്സുള്ളവനാണ്. അൽ അലിയ്, ഉന്നതനാണ്. അൽ ഗഫൂർ, വളരെ പൊറുക്കുന്നവനാണ്. അർ റസാഖ്, എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നവനുമാണ്. അൽ ബാസിത്ത്, ഉദ്ദേശിക്കുന്നവർക്ക് വിശാലത നൽകുന്നവനാണ്. അൽ മുഇസ്, ഉദ്ദേശിക്കുന്നവർക്ക് അന്തസ് നൽകുന്നവനാണ്. അൽ മുദിൽ, ഉദ്ദേശിക്കുന്നവരെ നിന്ദനാക്കുന്നവനാണ്. അൽ അദിൽ, അല്ലാഹു നീതിമാനാണ്. അസ്സബൂർ, വളരെ സഹനതയുള്ളവനാണ്. അഷ്ശകൂർ, നന്മകളെ വിലമതിക്കുന്നവനാണ്. അൽ മലിക്കുൽ ഖുദ്ദൂസ്, ദൽ ജലാലി വൽ ഇക്റാം, എല്ലാം അടക്കി ഭരിക്കുന്നവനാണ്. അൽ ഹക്കീം, പടച്ചവന്റെ എല്ലാ കാര്യങ്ങളും തന്ത്രജ്ഞത നിറഞ്ഞതാണ്. അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അൽ ബാഇസ്, ഖിയാമത്ത് നാളിൽ എഴുന്നേൽപ്പിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ എല്ലാ ഗുണവിശേഷണങ്ങളും പണ്ട് മുതലേ ഉള്ളതാണ്. പടച്ചവൻ എന്നുമെന്നും ഉള്ളവനാണ്. അവന്റെ ഗുണങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ലോകത്ത് നടക്കുന്ന നന്മയോ തിന്മയോ ആയ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഖദർ എന്ന് പറയുന്നു. ഈ രീതിയിൽ അല്ലാഹുവിനെ മനസ്സിലാക്കിൻ, പടച്ചവനെ മനസ്സിലാക്കിൻ. പരിശുദ്ധ ഖുർആനിലെ തൗഹീദിന്റെ ആയത്തുകൾ
പ്രത്യേകം പാരായണം ചെയ്യിൻ. ഇതും അടുത്ത് ഒരു മഹാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് മന്ത്രത്തിന് വേണ്ടി ആ ആയത്തുകൾ നിർദ്ദേശിച്ചു. ആയാത്ത് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി. തൗഹീദിന്റെ ആയത്തുകൾ വലിയ അർത്ഥമുള്ളതാണ്. ഈ രീതിയിൽ സഹോദരങ്ങളെ അള്ളാഹുവിനെ അറിയും. 2, ആ അള്ളാഹുവിന് നല്ല നിലയിൽ ഇബാദത്ത് ചെയ്യൻ. അള്ളാഹുവിന് നല്ല നിലയിൽ ഇബാദത്ത് ചെയ്യും. നിസ്കാരം നല്ല നിലയിൽ നിർവഹിക്കും. അതിനെപ്പറ്റി അടുത്ത കാര്യത്തിൽ വരും. ഓരോ ഇബാദത്തുകൾ നിർവഹിക്കൻ പടച്ചവരുമായിട്ടുള്ള ബന്ധം മരക്കിട്ടുറപ്പിക്കും. 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം അധികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദും ഇഖ്ലാസും ഉറക്കണമെന്നുള്ള നിയ്യത്തിൽ ചെയ്യൻ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കുക. അതുകൊണ്ട് ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിൻ. കുറഞ്ഞത് ഒരു ദിവസം 100 പ്രാവശ്യം ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരതിന്റെ രീതിയും പറഞ്ഞു തരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെയല്ല, നിർത്തി ചെറിയ ശബ്ദത്തിൽ, ഭയങ്കര ശബ്ദവും വേണ്ട. ഇന്ന് ദിക്റിന്റെ വിഷയത്തിൽ ഈ 2 കുഴപ്പമുണ്ട്. ചിലർക്ക് മെയ്ക്കില്ലാതെ ദിക്ർ വരുത്തതേയില്ല. പള്ളി കൂടെ കിടന്ന് കത്തുകയും കാറുകയും ചെയ്തുകൊണ്ടിരിക്കും, ഭയങ്കര ശബ്ദവും ഒച്ചപ്പാടും. മറ്റു ചിലരാകട്ടെ ദിക്ർ വളരെ സ്പീഡിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 എണ്ണം ഒരു 10 സെക്കൻഡ് കൊണ്ട് തീർക്കുന്ന സഹോദരങ്ങളുണ്ട്. അതെന്തൊരു ചെല്ലലാത്. മഹാന്മാർ രീതി പറയുന്നുണ്ട്. ഖിബിലയിലേക്ക് അഭിമുഖമായിട്ടിരിക്കും, എന്നിട്ട് ചെറിയ ശബ്ദത്തിൽ നിർത്തി ചെല്ലൻ, അക്ഷരശുദ്ധിയോടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചെല്ലൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇ ഹംസയ്ക്ക് കസർ, ഇലാഹ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ് ഹംസാണ്, ഇല്ലല്ലാഹ് അവസാനം ഹായുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 10-15 പ്രാവശ്യമാകുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഈ ദിക്ർ നമ്മൾ പതിവാക്കി. പിന്നീട് സഹോദരങ്ങളെ ഒരു ദിവസം ഒരു 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അല്ലാഹു പരമപരിശുദ്ധനാണ്, സർവസമ്പൂർണനാണ്. വൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ് സർവസ്തുതിയും. വലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല. വല്ലാഹു അക്ബർ അല്ലാഹു ഏറ്റവും വലിയവനാണ്. ഇതൊരു 100 പ്രാവശ്യം ചൊല്ലിൻ. നമ്മുടെ ഈമാൻ വർദ്ധിക്കും, പടച്ചവനുമായിട്ടുള്ള ബന്ധമുണ്ടാകും. പരിശുദ്ധ ഖുർആനോദിൻ നീയത്തുകൾ ശ്രദ്ധിച്ച് ചെയ്യൻ. ളുഹർ നിസ്കാരം അല്ലാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു, ശബ്ദമല്ല. ആവശ്യമില്ലാതെ വസ്വാസം കാണിക്കരുത്. ളുഹർ നിസ്കാരം ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ളുഹർ നിസ്കാരം അല്ലാഹുവിന് വേണ്ടി, അവിടെ നെഞ്ചിരുന്നു ഇടിൻ, അല്ലാഹുവിന് വേണ്ടി. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദ് റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. സദഖ കൊടുക്കുന്നു അല്ലാഹുവിന് വേണ്ടി. ഹജ്ജ് ചെയ്യുന്നു, നവൈതുൽ ഹജ്ജ ലില്ലാഹി തആല. ഈ നീയത്ത് നമ്മൾ നന്നായിട്ട് ചെയ്യൻ. ഇടയിലും നമ്മൾ ആ നീയത്തിന് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ നീയത്തിനെ പുതുക്കാനുള്ള രീതിയാണ്
وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ ഷരീഫിന്റെ അടിത്തറ കെട്ടിപ്പൊക്കിയ സന്ദർഭം നിങ്ങൾക്കറിയാമോ? ആ സന്ദർഭം എനിക്ക് ഓർമ്മയുണ്ട്. അതിലെ വികാര നിർഭരമായ എന്നെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ? വാപ്പയും മകനും കൂടി ഇപ്രകാരം പറഞ്ഞു. പത്രമില്ലാത്ത കാലഘട്ടത്തിൽ, ഫോട്ടോ ഇല്ലാത്ത കാലഘട്ടത്തിൽ, ശൂന്യമായ മക്കയിൽ വാപ്പയും മകനും കൂടി അള്ളാന്റെ വീട് പണിതപ്പോൾ ഇങ്ങനെ പറഞ്ഞു: റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. രക്ഷിതാവേ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. ഉലമാക്കൾ അർത്ഥം വെക്കുന്നു: ഞങ്ങളുടെ ഈ നാവിന്റെ ശബ്ദം കേൾക്കുന്നവൻ, ഞങ്ങളുടെ നെഞ്ചിന്റെ തുടിപ്പ് അറിയുന്നവൻ. വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. പടച്ചവനെ, വീഴ്ചകൾ മാപ്പാക്കണമേ. നിനക്ക് വേണ്ടി നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, നോമ്പ് പിടിക്കേണ്ടതുപോലെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ഞങ്ങളുടെ വീഴ്ചകൾ മാപ്പാക്കണമേ, പശ്ചാത്താപം സ്വീകരിക്കണമേ. ഇന്നക അന്തത് തവ്വാബുർ റഹീം. നീ എല്ലാം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും വലിയ കാരുണ്യവാനുമാണ് റബ്ബേ. ഇത് പ്രവർത്തനങ്ങൾക്കിടയിലും അവസാനവും പ്രത്യേകം ചെല്ലുക, പ്രത്യേകം പടച്ചവനെ നീ കബൂലാക്കണമേ. മറ്റുള്ളവരോടും അങ്ങനെ പറയുക, കബൂലാകാൻ ദുആ ചെയ്യൻ. ഇതുപോലെ സഹോദരങ്ങളെ, നമ്മളും മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രശംസിക്കൻ. അള്ളാഹു താങ്കളുടെ അമൽ കബൂലാക്കട്ടെ. ഇതിലൂടെ എനിക്കും ചിന്ത വരും, നിങ്ങൾക്കും അതിന് പ്രതിഫലം കിട്ടും. എന്താ പ്രസംഗം, എന്താ ഇമാമത്ത്, ഇതാണ് ഓതല്. ഇതുകൊണ്ട് നമ്മളും ചീത്തയാകും, നിങ്ങളും ചീത്തയാകും. ചിലപ്പം ദുന്യാവ് തകരും, ചിലപ്പോൾ ആഖിറത്ത് തകരും. നല്ല വാക്ക് അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇഖ്ലാസ് ശരിയാക്കിൻ, ഇഖ്ലാസ് നന്നാക്കിൻ. സഹോദരങ്ങളെ, ഇതാണ് ഷിർക്കിൽ നിന്നും റിയായിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം. അള്ളാഹുവിനെ അറിയിൻ, പടച്ചവനെ നല്ല നിലയിൽ ആരാധിക്കിൻ. നിസ്കാരം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, തൗഹീദാണ്. നിസ്കാരത്തിന്റെ ദിക്റുകൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അതിന് ദിക്റുകൾ ചെല്ലിൻ. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ. വജ്ജഹത്തു, പടച്ചവനിലേക്ക് പരിപൂർണമായി തിരിയുന്നു. ഫാത്തിഹ അല്ലാഹുവിനോട് യാചിക്കുന്നു. സൂറത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നു. റുകൂഇൽ കുനിഞ്ഞുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി പറയുന്നു. നിന്നുകൊണ്ട് റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർദി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. സുജൂദിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. ഈ ഇഅ്തിദാൽ പലപ്പോഴും സ്പീഡാണ് നമുക്ക്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർദി, ആകാശം ഭൂമി അതിനപ്പുറം എന്തെല്ലാമുണ്ടോ അതെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന സ്തുതികീർത്തനങ്ങൾ റബ്ബേ നിനക്ക്, റബ്ബേ നിനക്ക്. സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. അതിമഹോന്നതനായ എന്റെ രക്ഷിതാവിന് സർവസ്തുതിയും. ആ പടച്ചവൻ പരമപരിശുദ്ധനാണ്. ഈ രീതിയിൽ സഹോദരങ്ങളെ നമ്മൾ നന്നായിട്ട് നിസ്കരിക്കണം. അല്ലാഹു എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. പിന്നെ അടുത്ത കാര്യം ദിക്ർ ചൊല്ലി. നിസ്കാരത്തിന് ശേഷമുള്ള 100 ദിക്ർ, ഉറങ്ങുന്നതിന് മുമ്പുള്ളതായ 100 ദിക്ർ, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വീട്ടിലെവിടെയെങ്കിലും കടയിലോ വണ്ടിയിലോ ഇരുന്ന് 100 പ്രാവശ്യം ചെറിയ ശബ്ദത്തിൽ നെഞ്ചിലേക്ക് പടച്ചവനെ പറ്റിയുള്ള ഈമാനും സ്നേഹവും ഇറക്കാറുള്ള നെയ്യത്തിൽ. പിന്നീട് ദിവസവും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.
തൗഹീദ് ശരിയാകാനുള്ള അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശ്വാസവും അരക്കിട്ടുറപ്പിക്കണം. തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും മാർഗമാണ്. ഷിർക്കിൽ നിന്നും റിയായിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ്. കാരണം ആരാധനയ്ക്ക് രണ്ട് നിബന്ധനയാണുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ ആരാധിക്കണം. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചതുപോലെ ആരാധിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയാക്കാൻ, തങ്ങളെപ്പറ്റി പഠിക്കും. തങ്ങളുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വഭാവം, പെരുമാറ്റം, ബന്ധം, ഇടപാടുകൾ പഠിക്കിൻ. സ്വലാത്തുകളും പതിവാക്കിൻ. നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയുള്ള അമലിൽ രണ്ട് സ്ഥലത്ത് സ്വലാത്തും സലാമും അള്ളാഹു പഠിപ്പിക്കുന്നു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാം, പടച്ചവന്റെ റഹ്മത്ത് ബറകാത്തുകൾ നേരുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. കൂട്ടത്തിൽ പറഞ്ഞ് പഠിക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് ലജ്ജ വരാറുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചെല്ലണം. അറിയാത്തവർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി. സ്വലാത്ത് പഠിക്കാത്തവർ സഹോദരങ്ങളെ, നബിതങ്ങളുടെ അനുയായിയിൽ ആരാ ഉള്ളത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹു നമുക്ക് ഈ പൊന്നായ കണ്ണായ ഉപദേശം സ്വീകരിക്കാനും നമ്മുടെ ജീവിതത്തെ നന്നാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, ശിർക്കിൽ നിന്നും അകന്നു കഴിയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഉദവി നൽകുമാറാകട്ടെ.